ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ സാധ്യത. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ആം ആദ്മി പാർട്ടി രണ്ടാം ഘട്ട പട്ടികയും പുറത്തിറക്കി. അതേസമയം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പോവുകയാണ്. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനീത VG തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പാറ്റ്നയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സുഖകരമായി പോകുന്നു വിശ്വസിക്കുന്നു. കാലാവസ്ഥയൊക്കെ സുഖമല്ലേ? ഉറക്കമൊക്കെ നന്നായി കിട്ടുന്നില്ലേ? വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും കാലാവസ്ഥയൊക്കെ നന്നായി തന്നെ പോകുന്നു. പിന്നെ ഒരു ചെറിയൊരു തണുപ്പിലേക്കൊക്കെ കടക്കുന്ന കാലാവസ്ഥ തന്നെയാണ് മൊത്തത്തിൽ ഉത്തരേന്ത്യയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെയാണ് ബീഹാറും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ബീഹാറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തണുപ്പിന്റെ കാലാവസ്ഥയിലേക്ക് കടക്കുകയാണെങ്കിലും മറുവശത്ത് രാഷ്ട്രീയം വലിയ ചൂടിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ 71 സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാം ഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സീറ്റ് വിഭജനം സംബന്ധിച്ച് ഞങ്ങൾ ധാരണയിലായി എന്നൊക്കെ പറയുമ്പോഴും വലിയ ആശങ്കകൾ സഖ്യകക്ഷികൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ CPIM-ന്റെ 18 സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം പട്ടിക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ആ പട്ടിക അവർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. സഖ്യകക്ഷികൾ ഇടത് പാർട്ടികളും ഒപ്പം തന്നെ കോൺഗ്രസും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് വളരെ വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇനി 2 ദിവസം മാത്രമാണ് ഉള്ളത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിനം മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം മഹാസഖ്യത്തെയും NDAയും കൂടാതെ പ്രശാന്ത് കിഷോറിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി വലിയ സ്വാധീനം ഉണ്ടാക്കും, വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. ഇതിനോടകം തന്നെ 2 ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇന്നലെ വൈകിട്ട് 3ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവർ നടത്തി കഴിഞ്ഞു. അതിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് തേജസ്വി യാദവിന്റെ മണ്ഡലമായ രാഘോപൂരിൽ നിന്ന് ഇത്തവണ പ്രശാന്ത് കിഷോർ മത്സരിക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് ഇന്നലെ ഈ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പുറത്തു വന്നപ്പോൾ ചഞ്ചൽ സിംഗിനെയാണ് രാഘോപൂരിലെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്ന് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയും 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൂടി ഒരു മേൽക്കൈമ നേടുകയാണ് ലക്ഷ്യം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.